സഹായ സാങ്കേതികവിദ്യ പ്രതീക്ഷയും പ്രയോജനവും. പ്രിയപ്പെട്ടവരുടെ സംസാരം കേൾക്കാനോ അവരോട് സംസാരിക്കാനോ പരാശ്രയമില്ലാതെ സഞ്ചരിക്കാനോ താൽപ്പര്യമില്ലാത്തതായി ആരുണ്ട്? എന്നാൽ ഭിന്നശേഷി കാരണം ഇതിന് തടസ്സം വന്നാലോ? ഇവിടെയാണ് സഹായ സാങ്കേതിക വിദ്യയുടെ പ്രസക്തി. ദശലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് സഹായ സാങ്കേതിക വിദ്യ വെറുമൊരു സഹായം മാത്രമല്ല, അത്യാവശ്യമാണ്. സ്മാർട്ട് വീൽചെയറുകൾ, ഐ ട്രാക്കിംഗ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, അതായത് കണ്ണുകളുടെ ചലനത്തിലൂടെ ടൈപ്പ് ചെയ്തോ അല്ലാതെയോ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ, ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്നവ, ഉദാഹരണത്തിന് ഹിയറിംഗ് എയ്ഡ്, കാഴ്ചക്കുറവുള്ളവർക്ക് വഴികാട്ടാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ, വീട്ടുജോലികളിൽ സഹായിക്കുന്ന റോബോട്ടുകൾ എന്നിവയെല്ലാം സഹായ സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും ഭിന്നശേഷിക്കാർ, പ്രായമായവർ എന്നിവർക്ക് അങ്ങേയറ്റം പ്രയോജനപ്രദവുമാണ്. ഇന്ത്യയിൽ 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം അത്തരം സാങ്കേതിക വിദ്യകൾ പ്രാപ്യമാക്കാനുള്ള അവകാശത്തിന് ഊന്നൽ നൽകുന്നു. എന്നാൽ ഇറക്കുമതി ചെയ്യിക്കേണ്ടി വരുന്ന ഉപകരണങ്ങൾ, അവയുടെ ഉയർന്ന വില, ഇത്തരം ഉപകരണങ്ങളെക്കുറിച്ചുള്ള പരിമിതമായ അറിവ് എന്നിവ പലപ്പോഴും സഹായ സാങ്കേതിക വിദ്യയെ ഭിന്നശേഷിക്കാരിൽ നിന്നും വയോജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയായിരുന്നു. എന്നാൽ നമ്മുടെ പരിസ്ഥിതി, ആവശ്യങ്ങൾ എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് താങ്ങാനാകുന്ന വിലയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ സഹായ സാങ്കേതിക ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങിയത് ഈ രംഗത്ത് ഏറെ പ്രതീക്ഷ നൽകുന്നു. വീടുകളിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലും ഭിന്നശേഷിക്കാരോ വയോജനങ്ങളോ ഒറ്റപ്പെടാതിരിക്കാൻ, പരാശ്രയമില്ലാതെ സങ്കോചമില്ലാതെ സഞ്ചരിക്കാനും ജീവിക്കുവാനും സഹായ സാങ്കേതികത ഇനിയും വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം, ഏവർക്കും പ്രാപ്യമാകുന്ന പൊതു ഇടങ്ങൾ, അതാണ് ലക്ഷ്യവും.